ഹലോ ഗായ്സ്, ഡണ്ടേലിയിലെ നമ്മുടെ രണ്ടാമത്തെ ദിവസം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് ഡണ്ടേലിയിൽ നിന്ന് നമ്മൾ ഗോകർണയിലേക്കാണ് പോകുന്നത് കേട്ടോ. സെക്കൻഡ് സ്പോട്ട് എന്ന് പറയുന്നത് ഇനി ഗോകർണയിലാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ആസ് യു ക്യാൻ സീ വലിയ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ആയിരുന്നില്ല. അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഇനി നമ്മൾ ഗോകർണയിലോട്ടുള്ള ട്രാവൽ തുടങ്ങാനായിട്ട് പോവുകയാണ് കേട്ടോ. നമ്മളങ്ങനെ ഗോകർണയിലെത്തി ഗൈസ്. ഈ സ്പോട്ട് വിസിറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളൊരു ഹോട്ടലിൽ കയറി കേട്ടോ. അങ്ങനെ ഗൈസ് നമ്മള് മിർജാൻ ഫോർട്ടിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. മിർജാൻ ഫോർട്ടിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ അവർ ട്രൈപോഡൊക്കെ വാങ്ങി വെച്ചു കേട്ടോ. ട്രൈപോഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഫോണിൽ വീഡിയോ എടുക്കുന്നതുകൊണ്ടോ ഒന്നും അവർക്ക് പ്രശ്നമില്ല. ട്രൈപോഡ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് അവർക്ക് പ്രശ്നം. അതെന്തുകൊണ്ടാണെന്നുള്ള ലോജിക്ക് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ നമ്മൾ ട്രൈപോഡൊക്കെ അവിടെ കൊടുത്തിട്ട് നേരെ ഉള്ളിൽ കയറി കേട്ടോ. വീഡിയോ എടുത്തോണ്ട് കുഴപ്പമില്ലല്ലോ. അത് മറ്റേ ക്യാമറയിൽ എടുത്താലും അങ്ങനെ മിർജാൻ ഫോർട്ട് കണ്ട് നമ്മൾ തിരിച്ചിറങ്ങി ഗൈസ്. ഇനി നമ്മൾ നേരെ ബീച്ചിലോട്ട് പോവാണ്. ഇനി നമ്മള് ഓം ബീച്ചിലേക്ക് പോകാൻ പോണ ഗൈസ്. ഓഹോ അല്ല, ഓം ബീച്ച്. നമ്മൾ അവിടെ എത്തുമ്പോ ഇയാൾക്ക് പറക്കാൻ തോന്നി. ഐഷ പോയോന്ന് ഞാൻ ശ്രദ്ധിച്ചില്ലല്ലോ. ഫോട്ടോ അവിടെ ഒരു ഗ്യാപ്പ് കാണാണ്ട് അവിടെ നിർത്തോ. വർഷക്കുട്ടി ഹായ്. പറയാ ചെരുപ്പ് ഞാൻ ഇവിടുന്ന് വാങ്ങാൻ. ആര് വീണു? എന്തുണ്ടായി? അനുല്ലേ? എന്തായാലും ഒരു കടകളുമില്ല. ഇഷ്ടംപോലെ ചെരുപ്പുകൾ കടയും അത് ഇതൊക്കെ ഇവിടെ ഓം നമുക്ക് കാണാൻ പറ്റില്ല.
അങ്ങനെ ഓം ബീച്ച് വിസിറ്റ് ചെയ്ത് അവിടുത്തെ സൺസെറ്റൊക്കെ കണ്ട് നമ്മൾ ഇറങ്ങുകയാണ് ഗൈസ്. അപ്പോൾ അവിടുന്ന് ഇറങ്ങിയപ്പോൾ തന്നെ വണ്ടിയിൽ ഭയങ്കര ഗാനമേളൊക്കെ ആയിരുന്നു. അപ്പോൾ ആഷിക്കിൻ്റെ വക ഒരു അടിപൊളി സോങ് ഒക്കെ ഉണ്ടായിരുന്നു ഗൈസ്. ലെറ്റ്സ് ഹിയർ ദാറ്റ്. ഓം ബീച്ച് കണ്ടു കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മുരുടേശ്വർ ടെമ്പിളായിരുന്നു. നമ്മളവിടെ എത്താൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ശിവ സ്റ്റാച്ചു ഒന്നും കാണാൻ പറ്റിയില്ല. പുറത്തുള്ള ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കണ്ടിട്ട് നമ്മൾ ജസ്റ്റ് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നിന്ന് പോകുന്നു കേട്ടോ. അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ബീച്ച് ഉണ്ടായിരുന്നു. ബീച്ചിൻ്റെ സൈഡിൽ കുറച്ച് ഷോപ്പിംഗ് ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിള്ളേരെ നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് അവിടെ കുറച്ച് നേരം ഒരു 5 മിനിറ്റ് നമ്മളവിടെ സ്പെൻഡ് ചെയ്തുള്ളൂ. പിന്നെ നമുക്ക് നമ്മളുടെ സ്റ്റേയിലോട്ട് എത്താൻ കുറേ ദൂരം ഉണ്ടായിരുന്നു. ആൻഡ് നമ്മൾ കുറേ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളവിടെ നിന്ന് പോവുകയാണ് ചെയ്തത് കേട്ടോ. അങ്ങനെ കുറേ നേരത്തെ ട്രാവലിന് ശേഷം നമ്മളെ സ്റ്റേ ഉള്ള സ്ഥലത്തെത്തി. നമ്മൾ ഫസ്റ്റ് ഡേ രാത്രി ഫുഡ് കഴിച്ച അതേ സ്ഥലത്ത് തന്നെയാണ് നമ്മൾ സ്റ്റേയും. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ കിടന്നു. പിറ്റേ ദിവസം നമ്മൾ ഇനി കുറേ അഡ്വഞ്ചേഴ്സ് ഉണ്ട്. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. ബൈ.